ശരീരത്തിലെ പെട്ടെന്ന് വിഭജിക്കുന്ന എല്ലാ കോശങ്ങളെയും കീമോതെറാപ്പി ലക്ഷ്യമിടുന്നുണ്ട്. വേഗത്തിൽ വളരുന്ന രോഗം ബാധിച്ച സെല്ലുകളും വേഗത്തിൽ വളരുന്ന ആരോഗ്യമുള്ള സെല്ലുകളും ശരീരത്തിൽ കാണപ്പെടുന്നു. ദ്രുതഗതിയിൽ വളരുന്ന ആരോഗ്യമുള്ള കോശങ്ങളിൽ പെടുന്നവയാണ് ഹെയർ ഫോളിക്കുകൾ. രോഗം ബാധിച്ച കാൻസർ സെല്ലുകളെ നിയന്ത്രിക്കാൻ കീമോതെറാപ്പി പ്രയോഗിക്കുമ്പോൾ ആരോഗ്യമുള്ള സെല്ലുകളെയും ബാധിക്കുന്നതുകൊണ്ടാണ് ദ്രുതഗതിയിൽ വളരുന്ന ആരോഗ്യമുള്ള കോശങ്ങളിൽപ്പെടുന്ന ഹെയർ ഫോളിക്കുകളെ പ്രതികൂലമായി ബാധിക്കുകയും മുടി നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ എല്ലാ കീമോതെറാപ്പിയിലും മുടി കൊഴിയണമെന്നില്ല. അത് മരുന്നിനെയും ഡോസേജിനെയും രോഗിയുടെ ആരോഗ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ആദ്യ കീമോതെറാപ്പി കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ മുടി നഷ്ടമായി തുടങ്ങും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.